ആത്മാവ് സകലതും വെളിപ്പെടുത്തുന്നതാണ്. ആത്മാവിന് സകലവും വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന് നമ്മൾ കീഴടങ്ങി മുന്നേറുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചോ നമ്മളാകുന്ന പ്രതികൂലത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഭയപ്പെടേണ്ടി വരത്തില്ല. കാരണം ആത്മാവ് അത് ശക്തിയോടെ മഹത്വത്തോടെ ഇടപെടുന്നതാണ്. എത്ര ഒരു വിശ്വാസത്തോടെ ഇന്ന് പകലിൽ ഏറ്റെടുക്കും. ഞാൻ കുറച്ച് സമയം സാവധാനം കയറിപ്പോയതിനു ശേഷം ഞാൻ ശുശ്രൂഷയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കത്തുള്ളൂ. കാരണം യേശു കർത്താവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഈ ഭൂമിയിലേക്ക് യേശുവിനെ അയക്കുമ്പോൾ യേശുവിൻ്റെ വലിയൊരു പദ്ധതിയുമായിട്ട് യേശു വന്നത്. ഈ പദ്ധതി പ്രകാരമാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തുണ്ട്? വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിലേക്കാണ് ദൈവം വിളിച്ചു വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ പരിശുദ്ധ യേശു കർത്താവിന്റെ തുടക്കം മുതൽ ഞാൻ എടുത്തുകൊണ്ടുവരും. അപ്പൊ ഈ യേശു കർത്താവിനെ കുറിച്ച് ദൈവം പദ്ധതി ഇട്ടത്, ഈ പദ്ധതി പ്രകാരം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയണം, ഒരു ബ്ലെസ്സിങ്ങിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചു കഴിയണം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ, ദൈവം ഒരു വാതിൽ തുറക്കണമെങ്കിൽ, അതുകൊണ്ട് ബൈബിൾ പറയുന്നു അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പൊ അവന്റെ രാജ്യം നമ്മൾ അന്വേഷിക്കണം, ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കണം. അതോടുകൂടെ സകലവും നൽകി തരുന്ന ഒരു ദൈവം. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ മണ്ഡലത്തിൽ നിങ്ങൾ അറിയണം, നിങ്ങളെ അകത്തറിയണം, എന്നെ ഒരു ഭവനത്തിലേക്ക് ദത്തെടുത്തെങ്കിൽ മാത്രമേ ആ ഭവനത്തിന്റെ അവകാശത്തിൽ ഞാൻ വരത്തുള്ളൂ. ഞാൻ ജനിച്ചത് മറ്റൊരു തലത്തിൽ, എന്നെ അടുത്ത ഒരിടത്തിലേക്ക് ഒരു കുടുംബത്തിലേക്ക് ദത്തെടുത്തെങ്കിൽ മാത്രമേ ഞാൻ ആ കുടുംബത്തിന്റെ അവകാശിയാകത്തുള്ളൂ. ഞാൻ ദത്തെടുത്തു എന്ന് ഞാൻ പറഞ്ഞു നടന്നാൽ നടക്കത്തില്ല. പക്ഷെ എന്നെ ദത്തെടുക്കണം. യേശു ക്രിസ്തു അവന്റെ രക്തം കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിച്ചു. അവൻ ദത്തെടുത്തു. എവിടേക്ക്? ദൈവരാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് ദൈവം നമ്മളെ വേർതിരിക്കുക. പക്ഷെ അവലേക്ക് വരുമ്പോൾ അവന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്, അവന്റെ ജീവൻ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു. അതുകൊണ്ട് എന്നിട്ടാണ് ദൈവം നമ്മളെ അവനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ ജീവിതത്തിൽ വരണം. പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ മേൽ വരണം. ഇനി വാക്യത്തിൽ കൂടെ കടന്നു പോകും. ഞാൻ വെളിപ്പെടുത്തുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നോക്കണം, ഒന്നുകൂടെ വായിച്ച അവിടെ തുടക്കം മാത്രം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി, ഈ ആത്മാവിനെ നൽകി എന്നിട്ട് പറയാ അടുത്തത്, നിങ്ങളുടെ ഇടയിൽ ആത്മാവ് എന്ത് ചെയ്യും? ആണെന്ന് വിശ്വസിക്കുന്നു. ആത്മാവ് വീര്യപ്രവർത്തികൾ ചെയ്യും. ആരുടെ ജീവൻ എന്റെ മേൽ വന്നതുകൊണ്ട് നിങ്ങൾ അകത്തൊന്ന് കടന്നു പോകണേ. അടുത്ത 2 ആഴ്ച ശക്തമായ വേറെ മണ്ഡലത്തിലാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനം ഞാൻ നിർദ്ദേശിച്ചു പോകുന്നത്. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകത എന്ത് ചെയ്യും? വീര്യപ്രവർത്തികൾ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പോ എന്നിൽ ആത്മാവ് കൊണ്ട് എന്ത് ചെയ്തു? ആര് ചെയ്യുന്നു? നിങ്ങളുടെ കൂടുണ്ടോ? എന്നിലെ ഞാൻ മരിച്ചു. എന്നിൽ ആര് വന്നു? ക്രിസ്തുവിന്റെ ആത്മാവ് വന്നു. ഈ ആത്മാവിനാൽ, ഇനി നടത്തി പറഞ്ഞില്ല, ഈ ആത്മാവിനാൽ വീര്യപ്രവർത്തികൾ, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് നിങ്ങൾ ചോദിച്ചു, ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അപ്പോ ചെയ്യുന്നവൻ പറയുമ്പോൾ ആരാണ്? മറ്റൊരാൾ വന്നു അല്ലേ? നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ മറ്റൊരാളില്ലേ?
ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ 6ാമത്തെ വാക്യം, ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കി. അബ്രഹാം ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ ജീവിതം ക്രിസ്തുവിലെ ആത്മാവിന്റെ നടത്തിപ്പിന് മുമ്പ് നിങ്ങൾ നോക്കണം. ദൈവശബ്ദം കേട്ടു വരുന്നതിന് മുമ്പ്, ആ ദൈവശബ്ദം കേട്ടതിന് ശേഷം അബ്രഹാം കണ്ടത് മുഴുവൻ അത്ഭുതമാണ്. നിങ്ങളുടെ അകത്ത് ഒരു പ്രത്യാശ വേണം. ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ അത്ഭുതമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ 7ാമത്തെ വാക്യം, അതുകൊണ്ട് വിശ്വാസികൾ അതെ അബ്രഹാമിന്റെ മക്കളെന്ന് അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ഈ മക്കളാകുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ ആത്മാവിലാകുന്നവരാണ്. ആത്മാവിന്റെ നടത്തിപ്പുള്ളവർക്കാണ് അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ആർക്ക് വരുന്നത്, നമുക്ക് ലഭിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്ത് പിടി കിട്ടുന്നുണ്ടോ? ആത്മാവിന്റെ നടത്തിപ്പ് എന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത്ഭുതത്താലും അടയാളത്താലും പരിശുദ്ധാത്മാവിനെ വഴി നടത്തും. വിശ്വസിക്കാൻ പറ്റുന്നോ? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. യേശുവിലേക്ക് ഞാൻ വരാൻ പോവാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11ാം അധ്യായം 1-2. എന്നാൽ ഇശ്രായേലിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അതിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും. ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഇത് എവിടുന്ന് വരുന്ന ആത്മാവാ? സ്വർഗത്തിലെ ആത്മാവ്. ആ ആത്മാവിനെ കുറിച്ച് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവും ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവും പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. ആത്മാവിനെ പറയുന്നു. 5ാമത്തെ വാക്യം, നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരുന്നു. വിശ്വസ്തത അവന്റെ അരക്കച്ചയുമാവുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. ആറമേൽ യേശുവിന്റെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും എല്ലാ ആത്മാവിനെ യേശുവിന്റെ മേൽ പകർന്നു. അവനെ കുറിച്ച് പറഞ്ഞു, നീതി അവന്റെ അരക്കെട്ടും നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. യേശുവിനെ കുറിച്ച് പറഞ്ഞു നിർത്തുക. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായം 10ാം അധ്യായത്തിന്റെ 44ാമത്തെ വാക്യം. ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവുന്നു. പുറകിലേക്ക് 43ലേക്ക്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമമൂലം പാപമോചനം. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള രക്ഷ എന്ന് പറയുന്നത് എവിടുന്നാ? നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം പറയണം. യേശു കർത്താവ് ഇവിടെ വരുമ്പോൾ യേശു വന്ന് പറയുന്നത് പാപത്തെ കുറിച്ച് യേശു പറഞ്ഞേ. യോഹന്നാൻ പറഞ്ഞതോ മാനസാന്തരത്തെ കുറിച്ച് യേശു പറയുന്നത്. അവൻ ഇവിടെ പറയുന്നു അവനിലുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം പറയുക. ആരത് പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറയുക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമമൂലം പാപമോചനം ലഭിക്കും. അപ്പൊ യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? നിങ്ങളുടെ കൂടെ നന്ദി. യേശു കർത്താവ് വന്നതിന്റെ ലക്ഷ്യം, യേശു വന്നതിന്റെ ലക്ഷ്യം പാപത്തെ എന്ത് ചെയ്യാനാണ്? പാപിയുടെ പ്രാർത്ഥന സ്വർഗ്ഗം കേൾക്കുന്നില്ല. അപ്പൊ യേശുവിന്റെ ലക്ഷ്യം ഈ ആത്മാവ് ആരുടെ മേൽ പകരണം? നമ്മുടെ മേൽ പകരണം. എങ്ങനെ പകരണം? നിങ്ങൾ പിടികിട്ടുന്നു. അവനിൽ പത്രോസ് പറയാ. പത്രോസിന്റെ
എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾ ലഭിക്കപ്പെടും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്, ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ദുഷ്ടന്റെ വാതിലും അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് സ്വർഗത്തിന്റെ ആത്മാവാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവാ. കല്ലറകളെ ഭേദിച്ചവന്റെ ആത്മാവാ. ആമി സിംഹക്കുഴിയിൽ ദാനിയേലിനെ കിടന്നാലും, ആമി ചന്ദ്രക്കിന് മേശക്കിന് തീക്കകത്ത് വലിച്ചെറിഞ്ഞാലും വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്നത് എങ്ങനെ ആത്മാവ് വരുള്ളൂ? അവനിൽ വിശ്വസിക്കും. ആര് വിശ്വസിക്കണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇപ്പൊ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൂടെ തന്നെ പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു വന്നത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുവിന്റെ രക്തത്താൽ ആര് വീണ്ടെടുക്കപ്പെട്ടു? നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ടതിനെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും പാപം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാർ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. അവർക്ക് എന്തിനെ കുറിച്ച് ബോധ്യം വന്നു? പാപത്തെ കുറിച്ച്. ഊമവിഗ്രഹങ്ങളെ ആരാധിച്ചു നടന്നവർ പിടികിടുന്നു. ഭൂമിയിൽ ഊമവിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്നവരുണ്ട്. ഈ നടന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്നവരും ആ വഴികളിൽ നടന്നവർക്കും എന്തിനെ കുറിച്ച് ബോധ്യം വന്നു? അവർ ചെയ്യുന്നത് പാപമാണെന്ന് ബോധ്യം വന്നപ്പോ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവരുടെ അകത്ത് വന്നപ്പോൾ, ഇവിടെ പറയുന്നു, പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം. പുതുവഴികളെ ദൈവം തുറന്നെങ്കിൽ മാത്രമേ ദൈവാത്മാവിന്റെ നടത്തിപ്പ് വരുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം എന്നെടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ കേൾക്കുന്ന എന്ത് എന്ന് സൂക്ഷിച്ച് കേൾപ്പീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അളവ് കിട്ടും. ഇവിടെ പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവാം ദൈവം യേശുക്രിസ്തുവിന്റെ മേൽ അവന്റെ ആത്മാവിനെ പകർന്ന് അവൻ സുവിശേഷം പറയുന്നു. എന്താണ് പറയുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മനസ്സാന്തരപ്പെടുവീ എന്ന് പറയുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനസ്സാന്തരം ഉണ്ടാകണം. ദൈവാത്മാവിന്റെ നടത്തിപ്പ് വരുന്നവൻ ഇന്നും അറിഞ്ഞു. ആത്മാവിന്റെ നടത്തിപ്പ് ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ മുന്നിൽ ഒരു ദുഷ്ടനും വഴി അടയ്ക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ ഒരു നടത്തിപ്പ് നിന്റെ മേൽ വന്നാൽ നിനക്ക് ഇന്ന് വരുന്ന സകല ഭാരങ്ങളും, നീ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കെട്ടുകളും അത് തനിയെ അഴിയപ്പെടുവാൻ തുടങ്ങും. യേശു കർത്താവിന്റെ രക്ഷകനാണെന്ന് നിന്റെ അകത്ത് തിരിച്ചറിയുമ്പോ പത്രോസ് അപ്പോസ്തലൻ എന്തിൽ ഭാരപ്പെട്ടോ അവന്റെ മേൽ ആത്മാവ് വന്നപ്പോ പത്രോസിന്റെ ഭാരം മാറിപ്പോയി. പത്രോസ് അപ്പോസ്തലൻ നിശ്ചിനെ പോകുന്ന പെൺകൊച്ചിന്റെ മുന്നിൽ വരെ ഭയപ്പെട്ടവനാ. എന്നാൽ സെഖിയോമാളിയെ മുറിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ പത്രോസ് അപ്പോസ്തലനോട് 11 പേരും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞില്ലേ? ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നു. എന്തിനെ പ്രസംഗിക്കാൻ? മാനസാന്തരത്തെ പ്രസംഗിക്കാൻ. ഓ, എന്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രം ചെയ്യുന്നു. എന്തിനെ പത്രോസ് പ്രസംഗിച്ചു? മാനസാന്തരത്തെ പ്രസംഗിച്ചു. മാനസാന്തരത്തെ പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവരുടെ മേൽ, അവർ കേട്ടവരുടെ മേൽ ആത്മാവിനെ പകരുവാൻ തുടങ്ങി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രം ചെയ്യുക. അതുകൊണ്ട് യേശു പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ നിങ്ങൾ അകത്ത് നല്ലവണ്ണം അറിയണം,
വിടുതലിലേക്ക് ദൈവം തമ്പുരാൻ നടത്തപ്പെടണമെന്ന് വരും. ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരികയില്ല. ക്രിസ്തുവിന്റെ ആത്മാവിനെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരണം. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്വന്തം ചെയ്യുക. അവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവന് 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളെ. 18 സംവത്സരമായി രോഗം ബാധിച്ചെന്നാണ് കിടക്കുന്നത്. ഒരു ആത്മാവുണ്ട്. ഏതാത്മാവാ? ഈ ആത്മാവ് ഇവിടെ എന്ത് ചെയ്തിരിക്കുക? ബന്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്നു 18 സംവത്സരമായി രോഗാത്മാവ് ബന്ധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, രോഗത്തിന്റെ ബന്ധനം അടിഞ്ഞിരിക്കുന്നു പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അപ്പം യേശു കർത്താവ് വന്നത് ബന്ധനങ്ങളെ അഴിക്കാനാണ്. ബന്ധനങ്ങൾ ചെയ്യുന്ന ആരാ? പിടികിട്ടുന്നോ? നിങ്ങളുടെ നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്നതിന് പുറകിൽ അനുഗ്രഹത്തിലേക്ക് വിടാതിരിക്കുന്ന നിങ്ങൾ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞതാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ആർക്ക് വന്നു? എനിക്ക് വന്നു. പക്ഷെ അനുഭവത്തിലുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. യേശു പറയുന്നു 18 സംവത്സരമായി രോഗബന്ധനത്തിൽ രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. ആ സ്ത്രീയോട് യേശു പറയുന്ന വാക്ക് പറയുന്നു. ഇവിടെ പറയുന്നു, യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഏതിനാൽ? യേശു ഈ രോഗബന്ധനത്തെ അഴിച്ചത് ഏതിനാൽ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ എടുത്തു പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനാൽ. നിങ്ങളുടെ കൂടെ വരണം. ഈ ആത്മാവ് ആളുകൾ ഉണ്ടെന്ന് പറയാനാണ് ഞാൻ കൊണ്ടുവരുന്നത്. യേശുവിന്റെ മേൽ പകരപ്പെട്ട യഹോവയായ ദൈവം അവന്റെ മേൽ ആത്മാവിനെ പറഞ്ഞു. ആ ആത്മാവിനാൽ എന്ത് സംഭവിച്ചെന്ന്? രോഗബന്ധനം ഈ സ്ത്രീയുടെ അഴിഞ്ഞു. രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ആത്മാവ് അവരുടെ മധ്യത്തിൽ അത്ഭുതം ചെയ്തെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അവൻ ഒരുവന്റെ മേൽ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ കൃപയുണ്ടെങ്കിൽ, ആത്മാവിന്റെ നടത്തിപ്പുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു നീ ഒരു അത്ഭുതമായി ദേശത്ത് മാറും. ഹല്ലേലൂയ. നീ ഒരു അടയാളമായി ദേശത്ത് മാറും. അവൻ എത്രയെല്ലാം മന്ത്രവാദികൾ കെട്ടിയാലും, എത്രയെല്ലാം ആഭിചാരക്കാരൻ കെട്ടിയാലും, നിന്റെ തലമുറ നശിച്ചു പോകുമെന്ന് പറഞ്ഞാലും തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാം. ഇത് സ്വർഗത്തിന്റെ ആത്മാവാ. ഇത് സ്വർഗത്തിന്റെ ആത്മാവാ. ഇത് മനുഷ്യന്റെ മേൽ പകരപ്പെടുന്നത് സ്വർഗം ദാനമായി നമ്മളെ കാണുമെങ്കിൽ ഇന്ന് പകൽ നിന്നെ ഉയർത്തുന്ന ഒരു ആത്മാവുണ്ട്. നിന്നെ നടത്തുന്ന ഒരു ആത്മാവുണ്ട്. യേശു വന്നത് എനിക്ക് വേണ്ടി ആയിരുന്നത് വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യുന്ന പകലില്ല. അവൻ അതിന്റെ 15-ാമത്തെ 16-ാമത്തെ വാക്യം പറയുന്നു. 16-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ആരാ ബന്ധിക്കപ്പെട്ടു? സാത്താൻ. പിടികിട്ട് നിങ്ങളുടെ അകത്ത് വരുന്നതോ? സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം. ഇവിടെ സംഭവം ഇതിനകത്ത് വന്നു. അബ്രഹാമിന് സന്തതിക്കാത്തുണ്ട്. പക്ഷേ ബന്ധിക്കപ്പെടുമോ? എത്ര വർഷമുണ്ട്? പിശാചിന്റെ ലക്ഷ്യം അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ സമൃദ്ധിയായി ജീവനെ പകരുവാനാണ് വന്നത്. അപ്പൊ ബന്ധിക്കപ്പെട്ട ബന്ധനം ആരാൽ അഴിയപ്പെടും? ആത്മാവിനാൽ അഴിയപ്പെടും. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുന്നു. ഈ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം പറയണം, ബന്ധനങ്ങൾ തനിയെ അഴിഞ്ഞോളും. ബന്ധനങ്ങൾ തന്നെ അഴിയാൻ തുടങ്ങും. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അടയാളങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. നീ ചെന്ന് കാലുകുത്തുന്നിടത്ത് അത്ഭുതമുണ്ട്. ആത്മാവിന്റെ ശക്തി
ആയിരിക്കുന്നത്. ആലയത്തിനകത്ത് നിൽക്കുമ്പോ അബ്രഹാമിന്റെ സന്തതിയായി 18 വർഷം ബന്ധിക്കപ്പെട്ടവളുമേ അത് യേശു കരവെക്കുമ്പോ അവിടെ അത്ഭുതം നടക്കുന്നെങ്കിൽ ഇന്ന് വിശ്വാസത്തെ വിളിച്ചു പറ. നിന്റെ മേൽ ഇരിക്കുന്ന ആത്മാവ് വേദനകളെ അടിക്കുന്ന ആത്മാവ്, നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ്, തെറ്റുകളെ അടിക്കുന്ന ആത്മാവ്, അത് ഇന്ന് പകർത്തൽ ആത്മാവിനാണ്. ഒരു ഉയർച്ചയുടെ സമയം വന്നിരിക്കുക, ഒരു പകർച്ചയുടെ സമയം വന്നിരിക്കുക. ഇന്ന് ആത്മാവിനകത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സത്യത്തിൽ പറയുന്നു അബ്രഹാമിന്റെ സന്തതിയെ. എന്നാൽ 18 സംവത്സരമായി. കണ്ടോ കണ്ടോ, എത്ര വർഷമായിട്ട് പിശാചി പിടിച്ചിട്ടിരിക്കുക, എത്ര എണ്ണം. ഇന്ന് പകലിൽ പറയണം വിശ്വാസത്തിനകത്തിരിക്കുന്നു, വിശ്വാസത്തിനകത്ത് നിൽക്കുന്നു. അതുകൊണ്ടേ നിങ്ങൾ ശ്രദ്ധിക്കണ്ട, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം നാളെ മുതൽ വരും. കാലാവസ്ഥയുടെ വ്യതിയാനം 7-ാം തീയതി മുതൽ ദേശത്തിന്മേൽ വരും. ഈ ദേശത്തെ മാത്രം കണ്ട, പാശ്ചാത്യ ദേശങ്ങൾക്കകത്ത് ശക്തമായ കാറ്റിറങ്ങും. പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിക്കാൻ മേലാത്തത് സെപ്റ്റംബർ 3-ാം തീയതിക്കുള്ളിൽ ഇത് മുഴുവൻ സംഭവിക്കാൻ പോവാ. ആമീൻ. ഒരു ഇറ്റുനോവ് പോലെ ഇന്ത്യക്കകത്ത് ഒരു ഭൂചലനത്തിന്റെ മധ്യത്തിലാണ് ഇന്ത്യ പോലും നിൽക്കുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. ആത്മാവിന്റെ നിറവിനകത്ത് അറിയണം. ഊമവിഗ്രഹങ്ങൾ ഉടയേണ്ട കാലമായി ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ആത്മാവിന്റെ ശക്തിയോടെ വേണം നിങ്ങൾ ദേശത്തിൽ നിൽക്കുക. പിശാചിനെ തകർക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങിയാൽ മതിയാകത്തുള്ളൂ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിന്റെ നിറവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു. എന്നാൽ 18 സംവത്സരമായി ബന്ധിച്ച അബ്രഹാമിന്റെ മകളായി ഇവൾ ശബത്ത് നാളിൽ ബന്ധനം അഴിയേണ്ടതല്ലയോ? കണ്ടോ, യേശുവിന്റെ മേൽ പകരപ്പെട്ട ദൈവം ചെയ്ത വാഗ്ദത്ത പ്രകാരം ഈ ബന്ധനത്തെ ആരഴിച്ചു കളഞ്ഞു? യേശു കർത്താവ് അഴിച്ചു മാറ്റുന്നു. അമ്മ മർക്കോസിന്റെ 4:20 പറഞ്ഞു. നിങ്ങൾ അമ്മ പറയുന്ന വാക്ക് നോക്കി, 4-ാം അധ്യായം അതിന്റെ 23 വായിച്ചേ. 23 ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? കേൾക്കാൻ ചെവിയുള്ളവനൊക്കെ ഇത് വിശ്വസിക്കേ. അമ്മേ കർത്താവ് പറയുക, ഇത് കേൾക്കാൻ ചെവിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഇത് കേൾക്കണം. അമ്മേ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ തേജസ്സിനെ പകരാനാണ്. നിങ്ങൾ എങ്ങോട്ട് വന്നു? ഇവർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. യേശു കർത്താവിനെ പറ്റി പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു തുടങ്ങി. എന്തിനെ കുറിച്ച്? യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരവനെ വിശ്വസിച്ച സമയം തന്നെ അവർ പാപത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയം ആത്മാവ് എന്ത് ചെയ്തു? അവർ അവരെ പകരപ്പെട്ടു. അവർ അന്യഭാഷകളൊക്കെ സംസാരിച്ചെന്ന് അവിടെ വെളിപ്പെടുത്തി പറയുന്നു. ഇവിടെ പറയുന്നു ഈ ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെട്ടാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യമായി മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞേ, ആത്മാവ് ഒരുവന്റെ മേൽ ദൈവം പകർന്നാൽ, ആത്മശക്തി ഒരുവന്റെ മേൽ വന്നാൽ അവരോട് ദൈവാത്മാവ് പറയും. എന്നാ പറയുന്നേ? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം. യേശുവിന്റെ മേൽ ആത്മാവ് വന്നു. വന്നോ വന്നില്ലയോ? യേശുവിന്റെ മേൽ ആത്മാവ് വന്നു. ഈ ആത്മാവിന്റെ ശക്തിയാൽ യേശു ഗലീലയ്ക്ക് വന്നപ്പോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിന്റെ നിറവിനകത്ത് തിരിച്ചറിയണം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് ആരുടെ? നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. യഹോവയുടെ തേജസ്, യഹോവയുടെ തേജസ് ആരുടെ മേലുണ്ട്? ഇന്ന് രോഗമാണ്, ബന്ധനമാണ്, കെട്ടാണ്, മന്ത്രവാദി ചെയ്തതാണ്, ആരാണ്ടേതാണ് തൊടുത്തു വിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ബന്ധുക്കോസുകാരനാ, വിശ്വാസത്തിൽ ഇറങ്ങിയവനാ, ആത്മാവിനെ പ്രാപിച്ചവനാ, സഭാഹോളെ കുത്തിച്ചാടി അന്യഭാഷ പറയുന്നവനാ. അവൻ ഇറങ്ങി വന്ന് ചോദിക്കും, ബ്രദറെ എനിക്കെന്തോ പ്രശ്നം വന്നിരിക്കുന്നത് ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടാണോ? ഇന്ന് മുതൽക്കാലം നീ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, നീ മറ്റൊന്നിനെ പ്രാപിച്ചിരിക്കുന്നത്. ആത്മാവിനെ പ്രാപിച്ചവരോട് ദൈവം പറയോ, നിന്റെ മേൽ തേജസ് വന്നിരിക്കുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒരു വ്യാധിയും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഒരു
ഒരു കൂരിന് താഴ്വരയിൽ കൂടെ എനിക്ക് നടക്കേണ്ടി വന്നാലും, ചില കഷ്ടത്തിൽ കൂടെ നടക്കേണ്ടി വന്നാലും, ഒരു നിന്നയിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും, ചില പരിഹാസത്തിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും, എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. ഓ, വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ എന്ത് പ്രതിസന്ധിക്കകത്തൂടെ വന്നാലും, അവൻ എന്തെല്ലാം പ്രതികൂലത്തിനകത്തൂടെ ഞാൻ നടന്നാലും, എന്നോടുകൂടെ അവന്റെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകരം വിശ്വസിക്കുന്നവർ അവൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകരം ആമേൻ, ഹല്ലേലൂയ, എത്ര വിശ്വാസത്തോടെ വിളിച്ചു പറയും ആമേൻ. നിങ്ങളകത്ത് വെളിപ്പെടുന്നെങ്കിൽ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പൊ തേജസ്സിനെ എന്ത് ചെയ്യുന്നു? എന്റെ മേൽ പകർന്നു. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ അപ്പൊ ആര് ചെല്ലണം? ആരും മേലെ ഈ ആത്മാവിനെ പകർന്നേ? ആര് മുഖാന്തരം ആത്മാവ് ലഭിക്കപ്പെടുന്നുള്ളൂ? എന്റെ കൂടെ ഉണ്ടോ? ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? ആര് മുഖാന്തരം എനിക്ക് ആത്മാവ് ലഭിക്കപ്പെടും? വിശ്വാസപ്പെട്ട് മടങ്ങിപ്പോയതുകൊണ്ട് ഞാൻ പറയാം, എപ്പോഴേ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളെ ആത്മാവിനെ ആരെന്ന് ലഭിക്കപ്പെടുന്നു? അപ്പൊ നിങ്ങളുടെ അകത്ത് അറിഞ്ഞോണം, ആത്മാവുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവര് ഉണ്ട്. പിടികിട്ടിയോ? അവരേത് ആത്മാവിനാലാ പറയുന്നത്? പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ പരിശുദ്ധാത്മാവിനെ ആരിൽ കൂടെ ലഭിക്കപ്പെടുന്നുള്ളൂ? യേശു. നിത്യത ആരിൽ കൂടെ കിട്ടുള്ളൂ? യേശുവിനെ കിട്ടത്തുള്ളൂ. ഇവിടെ പറയുന്ന വാക്യങ്ങളുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവൻ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ നശിച്ചു പോകത്തില്ലെന്ന്. ഞാനും എന്റെ കുടുംബവും നശിച്ചു പോകത്തില്ല. ഞാൻ ആരും വിശ്വസിച്ചതിനാണ്. ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ഈ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ, വളഞ്ഞ വഴി കൂടെ ഒന്നും നീ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. വളഞ്ഞ വഴി കൂടെ, വളഞ്ഞ വക്രതയിൽ കൂടെ, കബളിപ്പിക്കലും കപടതയും കൊണ്ട് നീ നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞ കപടതയും കള്ളത്തരം കൊണ്ട് നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, അത് ദുരാത്മാവാ. ദൈവാത്മാവിൽ നടക്കുന്നവൻ അറിയണം, യേശു കർത്താവിനെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നെങ്കിൽ, ഏകജാതനായ പുത്രൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അറിയണം ഞാൻ എന്ത് ചെയ്യത്തില്ല. ഉറപ്പുണ്ടോ? എത്ര ഒരു വിശ്വാസം വായിച്ച വാക്യം, ലോകത്തെ സ്നേഹിച്ചെന്നുള്ളതിനെ മാറ്റിട്ട് ലോകത്തിലൊക്കെ കത്തിപ്പോന്ന പറയുന്നത്. അപ്പൊ ആരെ സ്നേഹിച്ചു? എന്നെ സ്നേഹിച്ചു അല്ലേ? അങ്ങനല്ലേ ബാക്കി പോലെ. അപ്പൊ എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അകത്തറിയണം ആരെ വിശ്വസിച്ചാ നിങ്ങൾ നിൽക്കുന്നേ. യേശുവിനെ വിശ്വസിച്ചാണെങ്കിൽ നിങ്ങൾ അകത്ത് എഴുതി വെച്ചോ, നിങ്ങളുടെ കുടുംബമോ നിങ്ങളോ നശിച്ചു പോകത്തില്ല എന്ന് നിങ്ങൾ അകത്തൊരു ഉറപ്പ് വേണം. ഇന്ന് ചില പ്രതിസന്ധി കൂടെ പോയാലും, ഇന്ന് ചില കണ്ണുനീരിൽ കൂടെ പോയാലും, ഇന്ന് ഞാൻ വെള്ളത്തിൽ കൂടെ നടക്കേണ്ടി വന്നാലും, ഞാൻ ചില തീയിൽ കൂടെ പോകേണ്ടി വന്നാലും, ഞാൻ വെന്തു പോകത്തില്ല. വെള്ളം എന്നെ കവിയത്തുമില്ല. കാരണം എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഞാൻ വിശ്വസിച്ചവനായി എന്നെ വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ നശിച്ചു പോകത്തില്ല. അവന്റെ തേജസ് എന്റെ മേൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. തണ്ടിന്മേൽ വെച്ച് വിളക്കുപോലെ, തണ്ടിന്മേൽ വെച്ച് വിളക്കുപോലെ ഞാൻ ആ ദേശത്തിനകത്ത്, ഞാൻ ഒരു അനുഗ്രഹമാകും. അവൻ വിശ്വസിക്കുക മാത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കാണുന്നതിനല്ല ഞാൻ പറയുന്നത്. നാളെ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ വന്നാലും, ചില പ്രതികൂലങ്ങൾ വന്നാലും, ചില നിന്ദകൾ വന്നാലും, അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടിയോ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യും. ഇന്ന് പകലിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത്. കാരണം നിങ്ങൾ നടത്തുന്ന സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്വന്തം ചെയ്യുക. ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും കടന്നുകൊണ്ട് ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം പൗലോസ് പറയുക, ഇതാരും വേണ്ടിയതാ. അതുകൊണ്ട് ഞാൻ മനുഷ്യരെ ഞാൻ പ്രാപിച്ചിട്ടില്ല. ഇപ്പൊ പഠിച്ചിട്ട് നടക്കുന്നില്ല. എവിടുന്ന
മനുഷ്യനെ പ്രാപിക്കാവുന്നതല്ല. എവിടുന്ന് പ്രാപിക്കണം? പ്രാപിക്കണമെങ്കിൽ ആര് വരണം? നിങ്ങൾക്ക് ബൈബിളിന്റെ വെളിപ്പാടുകളും ദൈവത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെടണമെങ്കിൽ ആര് വരണം? ഇത് പോയി പഠിച്ചുകൊണ്ട് വരുന്നത് കേൾക്കണ്ട. ഇത് പഠിക്കുന്നതല്ല, ദൈവത്തിനെ പഠിപ്പിക്കുന്നതായി മാറും. ദൈവാത്മാവുള്ളവൻ ഇവിടെ നിങ്ങളുടെ അകത്തുള്ള പൗലോസ് പറയുന്ന ഭാഗം, അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ നിന്നുള്ള പ്രാപിച്ചു. ഞാൻ ആയിരുന്നു പ്രാപിച്ചേ? പിടികിട്ടുമ്പോൾ കഴിഞ്ഞ കർത്താവിനെ സ്വന്തം ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാണ് അത്രയും ഞാൻ പ്രാപിച്ചത്. നിങ്ങൾ അകത്ത് പണി കിട്ടുന്നുണ്ടോ? സിസ്റ്റങ്ങൾ കൊണ്ടിരുമ്പോ അറിയണം, ഈ സിസ്റ്റം മനുഷ്യനുണ്ടാക്കിയ സിസ്റ്റമാണോ ദൈവം ഉണ്ടാക്കിയതാണോ? ദൈവത്തിന്റെ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. ഇന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. അതിന്റെ അമ്മ അടുത്ത വാക്യം 13ാമത്തെ വാക്യം വെച്ചേ. പൗലോസ് പറയുക, ഇന്ന് ഈ നടത്തിപ്പ് മുഴുവൻ നടക്കുന്നത്, ഇന്നെന്റെ കൈകളിൽ വീര്യപ്രവൃത്തി നടത്തുന്നത്, ഇന്ന് ഞാൻ യേശുവിനെ കുറിച്ച് സുവിശേഷിക്കുന്നത്, ഇത് മനുഷ്യനെ പഠിപ്പിച്ചതല്ല, ദൈവം എന്റെ മേൽ ആത്മാവിനെ തന്നതാണ്. എന്നിട്ട് പൗലോസ് പറയുന്ന വാക്ക് പറയുക, മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിക്കുകയും മുടിക്കുകയും എന്റെ സമുദായത്തിന്റെ എരിവിലൊക്കെ ഞാൻ നിന്നേ. പക്ഷെ ഇന്ന് തിരിച്ചറിയണം, കൃപയാൽ അവൻ എന്നെ വിളിച്ചപ്പോ ആമേ ഞാൻ ജഡരക്തങ്ങളോട് ആമേ അനുവാദം ചോദിക്കാതെ ഇന്ന് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നിങ്ങൾ പിതൃപാരമ്പര്യത്തെ വിട്ടിറങ്ങിയവർ, ആമേ ഇന്ന് പകൽക്ക് പിതൃപാരമ്പര്യത്തെ വിട്ടിറങ്ങിയവർ, ആമേ ദൈവ ശബ്ദം കേട്ടിറങ്ങിയവർ, നിങ്ങൾ ദേശത്തിന് അനുഗ്രഹമായി മാറും. ദേശത്തിനകത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. പൗലോസ് പറയാ, ഇത് മനുഷ്യന്റേതല്ല, മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്നല്ല, ഇത് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി തന്നതെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പൗലോസിനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തത്, പൗലോസിനെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനെ കൊണ്ട് ദൈവ വീര്യപ്രവർത്തികൾ ചെയ്തത്, പൗലോസിന്റെ കയ്യിൽ ഉറുമാൽ കൊടുത്തു വിട്ടപ്പോ വ്യാധികൾ വിട്ടുമാറിയതും അത്ഭുതങ്ങൾ നടന്നതിന്റെ കാരണം ആമേ ഇത് സ്വർഗത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കുന്നതിനാല. ഇന്ന് പകൽക്കാലം പറയണം, ഇന്ന് ആ ദൈവത്തിന്റെ തേജസ് ആരുടെ മേലുണ്ട്? ഞങ്ങളുടെ മേലുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലാണ്. ഈ ആത്മാവ് നിങ്ങളെ വിളിച്ചത് എങ്ങോട്ടാ? സ്വാതന്ത്ര്യത്തിലേക്കാണ്. യേശു പറയുന്നു, ബന്ധനത്തിൽ കിടക്കുന്നവരെയല്ല യേശു എന്ത് ചെയ്തു? ബന്ധനങ്ങൾ അഴിക്കുവാൻ കാരണമായിരുന്നു. ആമീൻ. നിങ്ങളുടെ അകത്തറിയണം, ആത്മാവുള്ളവൻ ആത്മാവിന്റെ സാന്നിധ്യം നിൽക്കുമ്പോൾ, ആമീൻ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, അവൻ മലയിൽ ഇറങ്ങി വന്നാറേ വലിയ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി ശുദ്ധമായി. ഈ ആത്മാവിന്റെ പ്രത്യേകത നിങ്ങൾ അകത്തറിയുന്നുണ്ടോ? ഈ ആത്മാവ് ആരുടെ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഈ പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ട്. നിങ്ങൾ ഈ ആത്മാവ് ഉണ്ടായിട്ടാണ് ഈ ഭയത്തിൽ നിൽക്കുന്നത്. പൗലോസ് ഭയപ്പെട്ടിട്ടുണ്ട്. പടകിൽ ഭയങ്കര പ്രതിസന്ധി വന്നു. പൗലോസിനോട് കർത്താവിന്റെ ദൂതൻ വന്നു, പൗലോസെ ഭയപ്പെടണ്ട. അപ്പൊ നമ്മുടെ മേൽ ഈ ആത്മാവ് ഉണ്ടെന്ന് ആര് തിരിച്ചറിയണം? നമ്മൾ തിരിച്ചറിയണം. യേശു കർത്താവിന്റെ അരികിൽ വന്നിട്ട് പറയും, ഒരു കുഷ്ഠരോഗി പറയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്നത്. ഉടനെ അവൻ എന്ത് ചെയ്തു? കുഷ്ഠം മാറി. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
വ്യക്തിയല്ല, നിങ്ങളുടെ അകത്ത് ഒരു വ്യക്തിയല്ല അത്ഭുതം ചെയ്യുന്നത്. ആരാണ്? സ്വർഗത്തിലെ ആത്മാവാ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് സ്വർഗത്തിലെ ആത്മാവാ. അവൻ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം ഇവിടെ വന്നേ. നിങ്ങൾ അകത്ത് നുള്ളിക്കൊള്ളാൻ വേണ്ടിയില്ല ഇങ്ങനെ കൊണ്ടുവരുന്നത്. 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകും. യേശു ക്രിസ്തുവിനെ അധികാരം, ഈ ആത്മാവിന്റെ അധികാരം എന്നതാണ് പാപത്തെ മോചിപ്പിക്കുവാൻ. അപ്പൊ യേശു കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കൂനിയായ ഋഷിയോട് പറഞ്ഞതിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞതിന്റെ പാപം മോചിച്ചിരിക്കുന്നതിനാൽ നീ കിടക്കയെടുത്ത് ചെയ്യണം, നടക്കണം. അപ്പൊ ബന്ധിക്കുന്നത് പാപം കൊണ്ടാണെങ്കിൽ, പിശാച് ബന്ധിച്ചിരിക്കുന്നത് പാപം കൊണ്ടാണ്. ആ അശുദ്ധാത്മാവിനെ ആര് പുറത്താക്കുന്നു? യേശു പുറത്താക്കുന്നു. ഇവിടെ പറയും, എങ്കിൽ ഭൂമി പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് കിടക്കെടുത്ത് നടക്കാൻ വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യന്, അപ്പൊ യേശു കർത്താവിനെ കുറിച്ച്, മനുഷ്യന് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. 9-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് യേശു കർത്താവ് പറഞ്ഞു. അപ്പൊ ഈ നിങ്ങളുടെ അകത്തറിഞ്ഞോണം, യേശു ഒരാളോട് അനുഗമിക്ക എന്ന് പറയുന്നതിന്റെ കാരണം, ലക്ഷ്യം, യേശുവിന്റെ ലക്ഷ്യം എന്താ? നിങ്ങളും എന്നെ പോലെ ആകുവാൻ. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണോ? യേശുവിനെ പിന്തുടരുന്നവരാണോ? യേശുവിനെ പിന്തുടരുന്നവരുമേൽ ആരുടെ ആത്മാവിനെ യേശു പകരുന്നു? യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നു. ഈ ആത്മാവിന്റെ ശക്തി, ഈ ആത്മാവിന്റെ പകർച്ചയിൽ ഇവിടെ പറയുന്നു, അവൻ ചുങ്കസ്ഥലത്തിരിക്കുന്നു, കണ്ടവരോട് എന്നെ അനുഗമിക്കാൻ അവര് എഴുന്നേറ്റ് ആരെ പിന്തുടരുന്നു? യേശുവിനെ പിന്തുടരുന്നു. നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ ആവണം. നിങ്ങളുടെ അകത്ത് ചിന്തയ്ക്കകത്ത് വരണം, ഈ പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള വിശ്വാസം നിങ്ങളുടെ അകത്ത് കിടക്കണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഈ ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ജയത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഈ ആത്മാവിനെ കിടത്തുന്നത്, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തിയെ വെളിപ്പെടുത്താതിരിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഒന്നിനൊരുമില്ല. പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേലുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ കുറച്ച് കളയുന്ന ഒരു പ്രതികൂലം വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയ പടകിൽ യേശു കർത്താവ് കൊണ്ട് യാത്ര ചെയ്യുക, പെട്ടെന്ന് തിരമാല വന്നു, പടകിനെ തകരുമെന്നായി. ഇവർക്ക് എന്തുകൊണ്ട്? ഇവർക്ക് ഭയം കയറി. പടകിന്റെ അവിടെ പടകിന്റെ അറിയാണെങ്കിൽ അവിടെ തലവച്ച് യേശു കിടന്ന് ഉറങ്ങുകയാണ്. ഇവരുടെ അകത്തൊരു ഭയമുണ്ടായി. ഇവര് നിലവിളിക്കാൻ തുടങ്ങി, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ല. ഇവരുടെ അകത്ത് എന്ത് ചെയ്തു? ഭയമുണ്ടായി. ഇതുപോലെ ചില പ്രതിസന്ധികൾ പിശാച് മെനഞ്ഞുകൊണ്ട് വന്നാൽ അതിനെ ഭയപ്പെടുന്നവരായി മാറല്ല നിങ്ങൾ. ആത്മാവുള്ളവനെ നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ, പത്രോസിന്റെ മേൽ എന്തുണ്ട്? ആത്മാവുണ്ട്. പത്രോസിന്റെ അകത്ത് ഭയം കയറാഞ്ഞതിന്റെ കാരണം ദൈവാത്മാവിന്റെ ശക്തി എന്നാണ് പത്രോസ് തിരിച്ചറിഞ്ഞവനാ. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിയെ നിങ്ങളകത്ത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ അത് മഞ്ഞ് പോലെ ഉരുകി മാറുവാൻ തുടങ്ങും. യേശു കർത്താവ് പറഞ്ഞു, അവൻ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാ ദൈവശക്തി. എന്നിട്ട് യേശു പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന മലയോട് മാറി കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും. ഒരു അധ്യയം നോക്കി യേശു പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ഫലം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ മടങ്ങി വരുമ്പോൾ, അവരങ്ങോട്ട് പോകുമ്പോൾ യേശു ശപിച്ചിട്ട് പോകുന്നു. മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഗുരുവേ നീ ശപിച്ച അത്തി വേരോടെ ഉണങ്ങിപ്പോയി. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. ഇന്ന് പകൽ ആത്മാവുള്ളവരോട് ഞാൻ വിളിച്ചു പറയാം, നിനക്ക് ഇന്ന് രോഗത്തെ ജയിക്കാൻ പറ്റുമോ? ബന്ധനത്തെ
ഭാവിക്ക് തടയായി നിൽക്കുന്ന കല്ലിനെ നിനക്ക് മാറ്റുവാൻ പറയൂ. അവൻ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഇറങ്ങി വിളിച്ചു പറ, ഈ പ്രതിസന്ധി അധികാരം മുന്നോട്ട് പോകത്തില്ല. ഇതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേലുണ്ട്. ഓ, വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യും. ഇന്ന് എത്ര വിശ്വാസത്താൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, അവൻ ഈ ശക്തി എന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുന്നു. അപ്പൊ എവിടെയാണ് നിങ്ങളുടെ അകത്ത് അവൻ ഈ ആത്മാവിന്റെ ശക്തിയാൽ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ അകത്ത് പിശാച് പറയും, ഈ പ്രതിസന്ധി നിന്നെ തകർക്കും. പോരാന്ന് രണ്ട് പെടലി വെട്ടിക്കുന്നവന്മാരുടെ വരാൻ തീർന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന് പറയും. അവരൊന്നിച്ചു ആരാണ്ട് ചെയ്തു വെച്ചിരിക്കുക കേട്ടോ. ഇതുകൂടെ കേട്ട് കഴിയുമ്പോ നിന്റെ അകത്ത് ഭയത്തിന്റെ ആത്മാവാകും. ലോകത്തെ ജയിച്ചവന്റെ ആത്മാവിനെ ആ ദൈവം എന്റെ മനസ്സിലാണ്. യോഹന്നാൻ പറഞ്ഞു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പത്മോസിൽ കൊണ്ടിട്ടാലും ഈർച്ചവാലിൽ കൂടെ കടത്തിയാലും തിളച്ച എണ്ണയ്ക്കകത്തിട്ടാലും എനിക്കൊരു കേട് പറ്റാതിരിക്കുന്നതിന്റെ കാരണം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവ് എന്നതാണ് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ ഈ പ്രതിസന്ധിയെ നിനക്ക് ജയിക്കാൻ പറ്റുമോ? ഈ പ്രതികൂലത്തെ ജയിക്കാൻ പറ്റുമോ? ആ ഈ ദൈവം നിന്നെ വിളിച്ചത് അത്ഭുതം ചെയ്യുവാൻ വേണ്ടിയോ? ദൈവം നിന്നെ വിളിച്ചത് വീര്യപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയോ? ഹല്ലേലൂയ, ആമേൻ. പൗലോസ് പറഞ്ഞു, പൗലോസ് പറയാ, പൗലോസ് ആത്മാവ് നിറഞ്ഞപ്പോൾ പൗലോസ് പറയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. ആത്മാവിന്റെ വഴി അങ്ങോട്ട് കണ്ടപ്പോ, ആത്മാവിന്റെ അതിരങ്ങോട്ട് കണ്ടപ്പോ, ആത്മാവിന്റെ പ്രവൃത്തി അങ്ങോട്ട് കണ്ടപ്പോ പൗലോസ് പറയുന്നു, പൗലോസ് തിരക്ക് കൂടിയ റുമാൻ എടുത്തങ്ങ് കൊടുത്തു. വന്നവൻ പറഞ്ഞു, വിശ്വാസത്തെ പറഞ്ഞു, അവൻ സഹോദര റുമാനെങ്കിലും തന്നാ മതി, രോഗിയെ കൊണ്ടിട്ട് അവൻ രോഗിയുടെ മേൽ കൊണ്ടിട്ട് സൗഖ്യമായി. ഇതെല്ലാം കണ്ടിട്ട് പൗലോസ് മരിച്ചവർ അവൻ മൂന്നാം നിലയിൽ താഴെ വീണ് അവന്റെ ദേഹത്ത് പൗലോസ് കിടന്നപ്പോ അവൻ ജീവൻ പ്രാപിച്ചു. പൗലോസ് കണ്ടു പ്രസവിച്ചുകൊണ്ടിരിക്കും മുടങ്ങൻ സൗഖ്യമാകുന്നു. അത്ഭുതം കണ്ടപ്പോ പൗലോസ് പറഞ്ഞു, ഒന്ന് മാത്രമല്ല, അവന്റെ ആത്മാവ് എന്റെ മേൽ പകരപ്പെട്ടപ്പോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനല്ല. ഇന്ന് ആത്മാവുള്ളവൻ വിളിച്ചു പറയണം, ഞാൻ സകലത്തിലും മതിയാകുന്നവൻ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. നിന്നെ തകർക്കുമെന്നല്ല, നിന്നെ പണിയുമെന്നാണ് പറഞ്ഞത്. അവന് തകരപ്പെടുമെന്നല്ല, നീ പണിയപ്പെടുന്നവനാകുന്ന യേശു പറഞ്ഞത്. അതുകൊണ്ട് പത്രോസിനോട് പറയും, പത്രോസേ, നീ ഭൂമി കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടാം, നീ ഭൂമി അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടാം. അവൻ ഇന്നത്തെ ആത്മാവിന്റെ നിറവിനകത്ത് പറയണം, എന്റെ മേൽ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. പാപിനെ തേടി ശത്രുവിന്റെ സകലത്തെ ചവിട്ടുക, അവനെ അധികാരം തന്നിട്ടുണ്ട്. പാപിനെ തേടി ശത്രുവിന്റെ സകലത്തെ ചവിട്ടുന്ന ആത്മാവ് എന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുക മാത്രം ഇതുവരെ കർത്താവിന്റെ സ്വന്തത്തെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഈ ആത്മാവ് അറിവിലുണ്ട്. ഈ പ്രതിസന്ധി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തന്ത്രം പണയുന്ന പലരുണ്ട് കേട്ടോ. വിശ്വാസത്തിൽ തന്ത്രം പണയുന്ന പലരുണ്ട്. ഇത് കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോരുത്. തന്ത്രം പണയുന്ന അവിടെ മനയുണ്ട്. ചെന്നായ്ക്കളുടെ കുഞ്ഞാടുകളെ പോലെ ഞങ്ങൾ നിർത്തുന്നതാണ്. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്നത് നിന്നെ കുഞ്ഞാടിനെ പോലെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്വന്തം ചെയ്യുക. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 8-18 വാക്യം പറയുന്നു, ആകയാൽ നിങ്ങളെ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. എങ്ങനെ വായിച്ചേ? ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എങ്ങനെ കേൾക്കുന്നു? എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ടോ ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. കണ്ടോ, ഇത് വിചാരം ചെയ്തതാണെന്നും ഈ ആത്മാവിനെ തിരിച്ചറിയാത്തവൻ, ഈ ആത്മാവിന്റെ ശക്തിക്കകത്ത് നിൽക്കാത്തവൻ, ഈ ആത്മാവിനെ നടത്തിപ്പില്ലാത്ത എന്തിനാ ഈ ആത്മാവ്? ഈ ആത്മാവ് കല്ലറകളെ ഭേദിച്ചവന്റെ ആത്മാവാണെന്ന് ഞാൻ തിരിച്ചറിയണം. യേശുവിനെ എന്തിനാ രക്ഷകനായി സ്വീകരിച്ചത്?
എന്നോട് തോന്നി ബാങ്ക് ബാലൻസ് കൂട്ടാനാണ്. അത് ഒരു പണിയില്ലായിരുന്നപ്പോ ഈ പണിക്ക് ഈ വസ്തുവായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ജോലി കിട്ടുന്നില്ല. ഇന്നാ പിന്നെ ഒരു ഉദ്ദേശിപ്പണിക്ക് പോയാൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാകാം. അത് പഠിക്കാനുള്ള ചില പരിപാടികൾ ചെയ്തു. ഇതുദ്ദേശമാണ്. യേശു കർത്താവിനെ ഞാൻ സ്വീകരിച്ചത് നിത്യമായ സ്വർഗത്തിൽ യേശുവിനോട് ചെല്ലാനാണ്. യേശു വരും, ഞാൻ അവനോട് പോകും. പോകണമെന്ന് വരും, ആത്മാവ് വേണം. ഈ ലോകത്തൊന്ന് മാറ്റപ്പെടും. യേശു വരാൻ താമസമാണ്. ഈ ലോകത്തൊന്ന് മാറ്റപ്പെടും. കല്ലറകളിൽ അടക്കപ്പെടും, എവിടെയേലും അടക്കപ്പെടും. ഞാൻ പണ്ട് പറയുന്ന പോലെ ചിലപ്പോ എവിടെയേലും വഴിയോടത്ത് എവിടെയേലും ആയിരിക്കും മരിച്ചു വീഴുന്നത്. ആര് പറഞ്ഞെന്ന് വരത്തില്ല. മുനിസിപ്പാലിറ്റിക്കാർ വേസ്റ്റ് ഓരോന്ന് കൊടുത്ത് ചിലപ്പോൾ നമ്മളെ എടുത്ത് ഈ വേസ്റ്റിന്റെ വണ്ടിക്കകത്തിടും. വണ്ടി ഇങ്ങനെ കൂടെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ചത്ത പട്ടി എടുത്തു. ചിലപ്പോൾ പട്ടി നമ്മളൊക്കെ മുഖം ചേർത്ത് ഇങ്ങനെ കിടക്കുമായിരിക്കും. പക്ഷെ വ്യത്യാസമുണ്ട്. എവിടെ അടയ്ക്കാലും അകത്തൊരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോ ഉയരും. ഈ ആത്മാവ് ആരുടെ മേൽ വരണ്ട്? നമ്മുടെ മേലുണ്ട്. ഈ ആത്മാവ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവൻ പിശാചിനെ ബന്ധിച്ചെന്ന് പറയുവാനല്ല, പിശാചിന്റെ ബന്ധനത്തെ അഴിക്കുവാനുള്ള കൃപ നിന്റെ മേലുണ്ട്. എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. നിന്റെ ഭാവിയെ തടയുന്നത്, നിന്റെ നന്മയെ തടയുന്നത്, നിന്റെ വഴിയെ തടയുന്നതിനെ അഴിക്കുവാനുള്ള അധികാരം നിന്റെ മേൽ ദൈവം പകർന്നിട്ട് പറയുക. പാമ്പിനെ, തേടിനെ, ശത്രുവിനെ, സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആത്മാവ് ക്രിസ്തുവിന്റെ മേൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കും. എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ. ഏത് ആത്മാവ്? സ്വർഗത്തിന്റെ ആത്മാവ്. യേശു പറഞ്ഞു, ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിലും നിങ്ങൾ എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന ഞാൻ ചെയ്തതിലും വലിയവ നിന്നെ കൊണ്ട് ജയിക്കുക. ആത്മാവ് ഒരുവന്റെ മേൽ പകർന്നാൽ അവൻ പരാജയം എന്ന് പറയരുത്. അവനെ ക്രിസ്തു യേശുവിൽ ജയാളിയാക്കി മാറ്റും. അവൻ എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ലഭിക്കപ്പെട്ട ആത്മാവിനെ ഇവിടെ പറയുന്നു. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളു. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ. പ്രാർത്ഥനാ ഹോളിൽ ഒരു തോന്നലൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ എടുത്തോണ്ട് പോകും. ആർക്ക് കൊടുക്കും? ഉള്ളവന് കൊടുക്കും. അവന് ഈ ആത്മാവിനെ കിട്ടിയിട്ട് പ്രയോജനമുള്ളൂ. ഇതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ട എണ്ണയെ മണവാളൻ വരുമ്പോ വിളക്ക് കൈ പിടിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, തീ കത്തിക്കൊണ്ടേയിരിക്കണം. അതിനാ ഞാൻ കർത്താവിന്റെ സോദരൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അവൻ ലഭിക്കപ്പെട്ടതിനെ എന്ത് ചെയ്യണം? അതുകൊണ്ടാ പറഞ്ഞത് യാഗപീഠത്തിലെ തീ എന്ത് ചെയ്യരുത്? കെട്ടുപോകരുത്. എബ്രായത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന എനിക്ക് സമയം പെട്ടെന്ന് പോകും. എബ്രായലേഖനം 4-ാം അധ്യായം. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. എബ്രായലേഖനം 4-ാം അധ്യായം 1-2. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ, ആത്മാവെന്ന സ്വസ്ഥതയിൽ വരുമോ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ളത്. യേശു കർത്താവിന്റെ വരമെങ്കിൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ആർക്കിട്ടിട്ടുണ്ട്? നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. അടുത്തത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി. കണ്ടോ? ഈ ആത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഞാൻ ഒത്തിരി കേട്ടു. പക്ഷെ കേട്ടവർക്ക് എന്തുണ്ടായില്ല. രണ്ടാമത്തെ വാക്യം പറയുന്നു, വായിച്ചു. രണ്ടാമത്തെ വാക്യം
വിശ്വാസമായി അവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക അതാണ് ഇതാണ് എന്ന് പറഞ്ഞാണ്. ഈ ആത്മാവ് എന്താണ് അവരെന്ത് ചെയ്യുന്നില്ല. ഈ ആത്മാവിന്റെ തേജസ് എന്താണ് എന്റെ പേര് പകർന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ നടക്കുക മന്ത്രവാദി വല്ലതും ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാളോട് ഒന്നിച്ച് പറയുക, ഒരു കുടുംബം തപ്പി നടക്കുക, പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് മുന്നോട്ട് പറയാൻ, അയ്യോ അതൊക്കെ അറിയാം, പക്ഷെ വേറെ ഇതിലും ഈ ആത്മാവ് സകലവും വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവാണ്. ആമേൻ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ, സത്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഈ കേട്ട വചനമൊന്നും ആർക്കും ഉപകരിക്കപ്പെടില്ല. അവരിങ്ങനെ വന്ന് കൈയടിച്ച് കൊട്ടിപ്പാടി അവരൊക്കെ പോയി. വല്ലോ മാറ്റവും വന്നോ? യേശു ചോദിച്ചു, ഇപ്പൊ പിടിച്ചത് വല്ല നിങ്ങളുടെ കയ്യിലുണ്ടോ? 2000 പിടിച്ച പറയണ്ട, 1980 പിടിച്ച കഥയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പിടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഒരു കൊട്ടയിൽ മീനയായിട്ട് വരുമ്പോ അതിൽ നിന്ന് ചത്തതിനെ പിറക്കിക്കളഞ്ഞു. എന്ന് ജീവനുള്ളതിനെ മാത്രം ദൈവത്തിന് മതി. എത്ര വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് എന്നെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആ യാക്കോബൻ ലേഖനത്തിലേക്ക് വന്ന് യാക്കോബൻ ലേഖനം 1-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കും. അപ്പൊ വചനം കേൾക്ക മാത്രം കാര്യമില്ല, എന്ത് ചെയ്യണം? വചനത്തിനകത്ത് ജീവിക്കുന്നവരായി മാറണം. അതിന്റെ 25-ാമത്തെ വാക്യം വച്ചേ. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അത് നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നത് ആത്മാവിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, ആത്മാവിൽ നടത്തപ്പെടുന്നവനാണെങ്കിൽ, ആത്മാവിലെ ശക്തിയിൽ നിൽക്കുന്നവനാണെങ്കിൽ നീ ഭാഗ്യവാനായി മാറും. ആത്മാവ് എന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി എന്നാണ് അറിഞ്ഞിരുന്നെങ്കിൽ, ആത്മാവിന്റെ കൃപ എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ആത്മാവിന്റെ നടത്തിപ്പ് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ ഭയപ്പെടുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടേണ്ടി വരത്തില്ല. സിംഹക്കുഴിയാണെങ്കിലും അഗ്നിയാണെങ്കിലും ജലമാണെങ്കിലും പ്രതികൂലമായി നിൽക്കുന്ന ഒന്നിനെയും എനിക്ക് ഭയപ്പെടേണ്ട വരത്തില്ല. ആമേൻ. ഇന്ന് പോലെ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറയുന്നു, മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. താൻ ചെയ്യുന്നതിൽ ആരായി മാറും? ആത്മാവിന്റെ നടത്തിപ്പ് ഒരുവന്റെ മേൽ വന്നെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു, നിങ്ങളുടെ വാതിൽ ആത്മാവിനെ തുറക്കപ്പെടും. നിങ്ങളെ പിശാച് ബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം അധികം നീക്കത്തില്ല, അത് തന്നെ അഴിയപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞ പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. ഒരുവൻ ആത്മാവിന്റെ ശക്തിയിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഒരുവൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയാൽ, ദൈവശക്തിക്ക് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിന്റെ മേൽ വിട്ടിരിക്കുന്നത് പിശാചിപ്പിക്കുന്ന സകല തന്ത്രങ്ങളെ സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റുക തന്നെ ചെയ്യും. ആമേ. തികഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു പറയുന്ന ഒരു വാക്കുമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വേഗത്തിൽ വായിച്ചു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. 18-ാമത്തെ വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ആമേൻ. കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ട്. വിരുദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർ കാഴ്ചയും കണ്ടോ? ഇവിടെല്ലാം നിങ്ങളുടെ അകത്തത് ഈ ആത്മാവ് ആരുടെ മേലുണ്ട്?
എന്റെ മേലുണ്ട്. യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് അദ്ദേഹം നിങ്ങളെ കൊണ്ട് ചെയ്യും. അപ്പൊ ഈ ആത്മാവ് ആരുടെ മേലുണ്ട്? എന്റെ മേലുണ്ട്. എന്നിട്ട് പറയുക ആത്മാവ് എന്റെ മേലുണ്ട്. ഇതാദ്യം വിശ്വസിക്കണം. രണ്ട് പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം കർത്താവിന്റെ വരവിനെ പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകരെ തിരിച്ചു കൊടുത്തിട്ട് ഇരുന്ന് പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തിയായി. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് നിങ്ങളുടെ കൈകളാൽ വീര്യപ്രവൃത്തി നടക്കാനാണ്. വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന പ്രകാരം കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ആത്മാവിനെ നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ട് നിങ്ങൾ ഇന്നും ഭയത്തിന്റെ കീഴിലും മന്ത്രവാദി ഏതാണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണെന്നും ഇങ്ങനെയുള്ള ചിന്തകളിൽ എന്തുകൊണ്ട് ഈ ചിന്ത ഇടുന്നാരാ? പിശാച. ഇതിനെത്തിയില്ലേ? കീഴ്പ്പെടല്ലേ? നിങ്ങളുടെ മേൽ ദൈവം ഒരു അഭിഷേകം തകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ഗോലിയാത്തുമാർ കീഴടങ്ങുന്നത്. ഒരഭിഷേകം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലിനെ ദൈവം തമ്മിൽ തുറക്കും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നിങ്ങളുടെ അകത്ത വിശ്വാസത്തിനകത്ത് അകത്തറിയണം. അതുകൊണ്ടാണ് യേശു കർത്താവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാട്. ആത്മാവ് വെളിപ്പെടുത്തി കുരുടന്മാരെ കുരുട്ടുകണ്ണുകൾ തുറക്കുവാനും ബദ്ധന്മാരെ വിടുവിക്കുവാനും ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും ആരെ അഭിഷേകം ചെയ്തു പറഞ്ഞു? എന്നെ അഭിഷേകം ചെയ്തു. ആരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്? നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യണം. ആ ഉടമ്പടിയെ എബ്രായ ലേഖനം 10-ാം അധ്യായം എടുത്തേ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ മേൽ എന്ത് പകർന്നിട്ടുണ്ട്? ആത്മാവിനെ പകർന്നു. ഈ ആത്മാവിന്റെ പ്രത്യേകത പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? കുരുട്ടുകണ്ണുകളെ തുറക്കുന്ന, ബദ്ധന്മാരെ വിടുവിക്കുന്നത്, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനാ. ആരുടെ മേൽ ആത്മാവിനെ പകർന്നു? ദൈവം നമ്മുടെ മേൽ പകർന്നു. എന്നിട്ട് പറയുക 10-7 പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആര് പറയണം? ഞാൻ പറയണം. അത് ചില പാടാ ഞാൻ പറയുന്ന കാര്യം. ബാക്കിയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇനി പറയുന്ന കാര്യം പാടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അത് പറയാനാണ് പാടുപെടുന്നത്. ആത്മാവിനെ എന്റെ മേൽ തന്നു. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നു? എന്റെ മേൽ വന്നു. ഈ ആത്മാവിന്റെ പ്രത്യേകം പറഞ്ഞു, കുരുട്ടുകണ്ണുകളെ തുറക്കും, ബദ്ധന്മാരെ വിടുവിക്കും, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കും. ആരുടെ ആത്മാവിനാ? ദൈവാത്മാവിനാ. അപ്പോ അടുത്ത ഉടമ്പടിക്കകത്ത് ആര് വരണം? ഞാൻ വരണം. ഞാൻ എന്താ പറയേണ്ടത് ദൈവത്തോട്? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നീ എന്താഗ്രഹിച്ചാലും, നീ എന്താണ് എന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിരിക്കുന്നത്, ആ പദ്ധതി ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. കർത്താവ് എന്നെ അയക്കണമെന്ന് എത്ര പേര് ഗോളിനകത്ത് പറയുന്നുണ്ട്. നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതപ്പെടുന്ന 6-ാം അധ്യായത്തിനകത്ത് പറയുന്നു. യെശയ്യാവ് പറയുന്നു, ഞാൻ അനിഷ്ടമുള്ള മനുഷ്യനാന്ന് പറഞ്ഞ് പാപത്തിലുള്ളവരുടെ കൂടെ ഞാൻ ജീവിക്കുന്നൊക്കെ പറഞ്ഞു പോകുമ്പോ കുടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് യെശയ്യാവിന്റെ നാവിന്മേൽ തൊടുന്നു. തൊട്ട് കഴിയുമ്പോൾ സ്വർഗ്ഗം ചോദിക്കുന്നു, എനിക്ക് വേണ്ടി പോകും. യെശയ്യാ പറഞ്ഞു, ഞാൻ പോകാൻ തയ്യാറാണ്, എന്നെ അയക്കണമേ എന്ന് പറയുന്നു. ആത്മാവുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവഹിതം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇവിടെ പറയുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന്. ദൈവമേ നിന്റെ ഇഷ്ടം. ഇന്ന് ഏത് സാഹചര്യത്തിനകത്തായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നവരായിക്കോട്ടെ, ഏത് കഷ്ടതയ്ക്കകത്തിരിക്കുന്നവരാട്ടെ, ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഉടമ്പടി വെക്കാൻ റെഡിയാണോ? ദൈവമേ നിന്റെ ആത്മാവിനാ എന്നെ അയക്കണമെന്ന് പറയുന്നത് എത്ര പേര് ഓടിനകത്തിലുണ്ട്? ഞാൻ ആഗ്രഹിച്ച തലത്തിലേക്ക് വന്ന് നിൽക്കുകയാ. നിങ്ങളുടെ അകത്തൊരു ഉടമ്പടി. എന്റെ കർത്താവേ, എനിക്ക്
കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സമ്പത്തില്ല, ഇനി ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാൻ റെഡിയാ. എന്റെ ദൈവമേ, നീ ഒന്ന് ഉപയോഗിക്കണമേ. എന്റെ കർത്താവേ, നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. നീ പറയുന്നിടത്ത്, നീ അയക്കുന്നിടത്ത് ഞാൻ പോകാൻ റെഡിയാണെന്ന് ഇന്ന് പറയുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് പറയുമ്പോ, തുടക്കത്തിനകത്ത് വായിച്ചു പോകുമ്പോ ഒരു പെരുന്നാൾ സ്ഥലത്തേക്ക് യേശു നടന്നു പോയതിനെ കുറിച്ച് പറയുന്നു. യെരൂശലേമിൽ അട്ടുവാതിക്കൽ എന്ന് പറയുന്ന ബെഥേസ്ദയുടെ തീരത്തേക്ക്, ബെഥേസ്ദ എന്ന കടവിലേക്ക് കിടക്കപ്പെടുമ്പോ അവിടേക്ക് യേശുവിന്റെ ആത്മാവ് യേശുവിനെ അവിടേക്ക് നടത്തി എന്ന് 5-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾക്കകത്ത് വായിച്ചത്. വായിച്ചു 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആത്മാവ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം പറയണം, ഉടമ്പടി വെക്കാൻ റെഡിയാണെങ്കിൽ ദൈവാത്മാവ് നിന്നെ നടത്തിക്കൊണ്ടുപോകും. ഉടമ്പടി വെക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ നടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് പറയുന്നു 38 ആണ്ട് കിടന്നവൻ, 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവസന്നിധിയിലുള്ള ഉടമ്പടി നിന്നെ ദൈവം നയിക്കുവാൻ തുടങ്ങും. ദൈവസന്നിധിയിലുള്ള ഉടമ്പടി ദൈവം നിന്നെ പല സ്ഥലങ്ങളിലും എത്തിക്കും. ദൈവസന്നിധിയിലുള്ള ഉടമ്പടി നിന്റെ ഭവനത്തിന്റെ അവസ്ഥയെ മാറ്റോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ വരുമ്പോ അതിൽ ശക്തി ലഭിക്കുക. ദൈവസന്നിധിയിലുള്ള ഉടമ്പടി ഇന്ന് പകൽ ദൈവസഭ ഉടമ്പടി ഏറ്റിട്ട് നിന്റെ ജീവിതം മാറാൻ പോകുക, നിന്റെ ശൈലി മാറാൻ പോകുക. ആത്മാവ് നിന്റെ മേൽ വന്ന ആത്മാവ് നിന്റെ മേൽ വന്ന ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്ന ഇന്ന് പകൽ രോഗം നീ നോക്കണ്ട. ആത്മാവിന് ഉടമ്പടി കർത്താവ് നീ എന്നെ അയക്കണമല്ല. നീ പറയുന്നിടത്ത്, നീ അയക്കുന്നിടത്ത് ഞാൻ പോകാൻ റെഡിയാണ്. യേശുവിന്റെ ആത്മാവ് ബെഥേസ്ദയുടെ കുളക്കടവിലേക്ക് നടത്തുകയാണ്. അവിടെ 38 ആണ്ട് രോഗം പിടിച്ച മനുഷ്യൻ അവിടെ കിടന്നല്ലോ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. യേശു ഇങ്ങനെ ഏറിയ കാലമായി എന്നറിഞ്ഞോ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശുവിന്റെ മേലിട്ട പിതാവാമിട്ട ദൈവമായിട്ട് വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. രോഗി യജമാനോട് പറഞ്ഞു, യജമാനെ വെള്ളം കലങ്ങുമ്പോ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു പറഞ്ഞു. യേശുവിനോട് എഴുന്നേറ്റ് കിടക്കാൻ എടുത്ത് നടക്കുക. ഈ ആത്മാവിനെ പ്രവചിച്ചു പറയാ, ദൈവസന്നിധിയിൽ ഉടമ്പടി വെക്കാൻ റെഡിയാണെങ്കിൽ, ദൈവസന്നിധി കർത്താവേ എന്നെ അയക്കണമെന്ന് പറയാൻ റെഡിയാണെങ്കിൽ, നിന്റെ സാഹചര്യത്തിനപ്പുറം ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. സാഹചര്യത്തിനപ്പുറം ദൈവം ഒരു പദ്ധതി വെക്കും. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരാൻ പോകുക. ആത്മാവിന്റെ നിയോഗത്തിലേക്ക് ഇന്ന് നീ അടഞ്ഞു കിടക്കുന്ന വാതിൽ നിന്റെ മുന്നിൽ തുറക്കപ്പെടും. ഇന്ന് പത്രോസിന്റെ മുന്നിൽ അടഞ്ഞതിനെ ദൈവം തുറന്നെങ്കിൽ, ഇന്ന് പകൽ പൗലോസിന്റെ മുന്നിൽ അടലി കടിച്ചു നോക്കിയിട്ട് അവൻ മരിക്കാതിരുന്നെങ്കിൽ അത് ദൈവാത്മാവിന്റെ ശക്തിയാണെങ്കിൽ, ഈ ആത്മാവിനെ നിന്റെ മേൽ ദൈവം പകരുന്നത് പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാനാ. എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തിയുള്ളവനെ, ആത്മാവിന്റെ നിയോഗമുള്ളവനെ തിരിച്ചറിയണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 37 പെട്ടെന്ന് എഴുതി. ദൈവം എന്നോട് കൽപ്പിച്ചത് ആരെ ശ്രദ്ധിക്കുക, ദൈവം ശ്രദ്ധിക്കുക, ദൈവം അയച്ചു നിർത്തുക. ഇന്ന് ദൈവം എന്നെ കൊണ്ട് നിർത്തിയത് ഒരു അസ്ഥിയുടെ താഴ്വരയില്ല. ഇത്രയും നാൾ ഞാൻ നിന്നോണ്ടിരുന്നത് വലിയൊരു സമൂഹത്തിനകത്ത് പ്രസംഗിച്ച വലിയൊരു സമൂഹത്തെ പ്രസംഗിച്ചത്. ഇന്ന് പോയി നിൽക്കുന്നത് എവിടെയാ? ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടുപോയത് അസ്ഥിയുടെ താഴ്വരയില്ല. നീ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയല്ല, കർത്താവേ അങ്ങനെ അയക്കുന്നിടത്തെല്ലാം പോകാം. ഇന്ന് പോയി നിൽക്കുന്ന അസ്ഥിയുടെ താഴ്വരയില്ല. അവിടെ നിന്നിട്ട് പറയുന്നു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചു. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേരാൻ തുടങ്ങി. ഇന്ന് പകലിൽ ആത്മാവിനറിയാം, ദൈവത്തിന് കീഴടങ്ങി ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ നിന്നെ ദൈവം ദേശത്തിന് അത് വാലുള്ള തലയാക്കി മാറ്റുക. ഇന്ന് പകലിൽ ആത്മാവിനറിയാം, ആത്മാവിനെ പ്രവർത്തിക്കാൻ നീ ഇടം കൊടുക്കാമെങ്കിൽ, ആത്മാവിന്റെ ശക്തി നിന്റെ വെളിപ്പെടാൻ റെഡിയാണെങ്കിൽ, ആത്മാവിനെ നടത്തിപ്പിനാക്കി നീ വരാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു നിന്റെ ദേശക്കാരി നോക്കി നിൽക്കെ ദൈവത്തിന്റെ ഉയർത്തുവാനോ വിത്തുകളിൽ ഏറ്റവും ചെറുത് കടികാണെങ്കിലും അത് വളരാൻ തുടങ്ങിയപ്പോ അതിലേക്ക് അനേക പക്ഷികൾ കൂടുവെച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ വിളിച്ചു പറയാം, ആത്മാവിന്റെ നടത്തിപ്പ് വരാൻ തയ്യാറാണെങ്കിൽ
ദൈവഹിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ദൈവത്തോട് പറയണം, കർത്താവ് നിന്റെ ഹിതം എന്താണെന്ന് എന്റെ പേര് ഞാൻ പുറപ്പെടാൻ റെഡിയാ. ഞാൻ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കാൻ റെഡിയാ. കുരുട്ടുകണ്ണുകളെ തുറക്കുവാൻ, ഭൂതകസ്ത്രെ വിടുവിക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ ഞാൻ റെഡിയാ. എന്നെ അയക്കണമേ കർത്താവേ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന ഓടി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാതിലുകളെ ദൈവം തമ്മിൽ തുറന്നു തരാൻ പോകുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബെഥസ്ദയുടെ കുടക്കട കിടക്കുന്നവനെ ആത്മാവ് നടത്തിയിട്ട് അവരുടെ കിടക്കെടുത്ത് നടക്കായിരുന്ന യേശു കർത്താവ് പറഞ്ഞെങ്കിൽ, ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, അവനായ മനുഷ്യനെ കൊണ്ട് പ്രവാചകനെ കൊണ്ട് നിർത്തുന്നത് ഒരസ്ഥിയുടെ താഴ്വരയില്ല. അവിടെ ചെന്നിട്ട് പറയുക, പ്രവാചകനോട് പറയുക, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിന്റെ നാവിന്റെ ദൈവം അധികാരത്തെ കൈമാറും. നിന്റെ നാവിന്റെ ദൈവം അധികാരം കൈമാറും. ഇന്ന് കാണുന്ന പ്രതികൂലം നിന്റെ ജീവിതത്തിൽ നിൽക്കാതിരിക്കണമെങ്കിൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി, ഓ ആത്മാവിന്റെ ശബ്ദം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ആത്മാവിനകത്ത് വിളിച്ചു വേണം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ റെഡിയാണെങ്കിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് പകലിൽ ആത്മാവിന്റെ ഉടമ്പടി വെക്കാൻ റെഡിയാണെങ്കിൽ, കർത്താവേ നിന്റെ ഹിതപ്രകാരം എന്നെ അയക്കണമെന്ന്, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ അയക്കണമെന്ന് അടിയനിത എന്ന് പറയുമെങ്കിൽ ആത്മാവ് നിന്നെ നിവർന്നു നിൽക്കുമാറാക്കാം. ആത്മാവ് നിന്നെ നിവർന്നു നിൽക്കുമാറാ. നീ എവിടെല്ലാം തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെ ദൈവം തമ്മിൽ നിന്നെ നിവർത്താൻ പോകുക. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ തല ഉയർത്തി നോക്കുക. ദാനിയേലിനോട് ദൈവം പറയുന്നു, ദാനിയേലേ നിന്റെ തല ഉയർത്തി നോക്കുക. ഇന്ന് മകൻ ദൈവത്തിന്റെ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, നിങ്ങളുടെ തലയെ ആത്മാവ് ഉയർത്തണമെങ്കിൽ ഉടമ്പടിക്കകത്ത് നിൽക്കാൻ റെഡിയാണ്. ഉടമ്പടിക്കകത്ത് നിൽക്കാൻ റെഡിയാണ്. കർത്താവേ അടിയനിത എന്നെ അയക്കണമേ എന്ന് എത്ര വിശ്വാസത്തോടെ വിളിച്ചു പറയും. ഓ വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിനെ സ്വതന്ത്രം ചെയ്യുകയാണ്. ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടു വന്നു. ആത്മാവ് ഒരു പ്രാർത്ഥനാ ഹോൾ കൊണ്ട് അവസാനിക്കല്ലേ. ആത്മാവ് ഒരു സഭായോഗം കൊണ്ട് അവസാനിക്കല്ലേ. ആത്മാവ് ചന്തസ്ഥലങ്ങളിൽ പോലും അത്ഭുതം ചെയ്യും. ആത്മാവ് നീ കയറി ചെല്ലുന്നിടത്ത് അത്ഭുതം ചെയ്യും. ആത്മാവ് നിന്റെ വഴിയോരത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ആത്മാവ് നീ എന്നെ അടയാളമാക്കി മാറ്റുക. ദൈവത്തിന്റെ കരം പറയുന്നു, ദൈവത്തിന്റെ ചുടടയാളമായി ദൈവത്തിന്റെ കരം നിന്നോട് ചെയ്യുക. നീ കയറി ചെല്ലുന്ന ഓഫീസുകളിൽ, നീ കയറി ചെല്ലുന്ന കോളേജുകളിൽ, നീ ചെല്ലുന്ന ചന്തസ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവുള്ളവനെ ദൈവം വേറെ ഉപയോഗിക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്വതന്ത്രം ചെയ്യുക. ആത്മാവിന് കീഴ്പ്പെടാൻ റെഡിയാണെങ്കിൽ, ആത്മാവിന് കീഴ്പ്പെടാൻ തരികയാണെങ്കിൽ, ആമേൻ, ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ തന്നെ ആത്മാവ് നിന്നെ നിവർത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് പ്രാർത്ഥന ഹോളിൽ കറങ്ങി വീഴാനല്ല. ആത്മാവിനെ പകർന്നത് ചർച്ചിനകത്ത് കൊച്ചുപ്പൊടി കളിക്കാൻ വേണ്ടിയല്ല. ആത്മാവിനെ പകരപ്പെട്ടത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനാ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. സഭാഹോളിനകത്ത് നിങ്ങൾ കേട്ടുക, പോരെ പോരാ തുള്ളിക്കൊണ്ടിരിക്കുമ്പോ പോരെ പോരാ പോരെ പോരാ. ഈ പോരെ പോരെ പറയാൻ വേണ്ടിയല്ല, നീ ഇറങ്ങി നടക്കുന്നത്, നിന്റെ നിഴൽ തട്ടുമ്പോ അത്ഭുതം നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ ഇരുന്ന നീ ഒരു വീരപ്രവൃത്തി ചെയ്യുന്നവരാ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ലോകത്തിന്റെ അടുത്തോളം എന്റെ സാക്ഷിയാവുന്ന യേശു പറഞ്ഞെങ്കിൽ, യേശു പറഞ്ഞത് യേശു പറയുക, ഞാൻ ചെയ്യുന്നതിലും അധികം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ദൈവമക്കളെ നിങ്ങൾ അറിയണമോ? അല്ലെങ്കിൽ നിങ്ങൾ ബന്ധനങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് നടക്കുക, പ്രതികൂലമുണ്ടെന്നും പറഞ്ഞ് നടക്കുക, ഒരു കാറ്റുണ്ടെന്നും പറഞ്ഞ് നടക്കുക. എവിടം വരെ ഉള്ളതെന്ന് പറയാം, ആത്മാവ് വരുമ്പോഴോ. അതുകൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുക, ഈ മരുഭൂമിയുടെ അവസ്ഥയുണ്ടല്ലോ, അത് ആത്മാവ് വരുമ്പോഴേ ഉള്ളൂ. ആത്മാവ് വരുമ്പോ മരുഭൂമിയുടെ അവസ്ഥയൊക്കെ മാറാൻ തുടങ്ങും. അത് ഉദ്യാനമായി മാറും, അടുത്ത സ്ഥലം വൃക്ഷമായി മാറും. ആത്മാവ് വരുമ്പോ നീരുറവ തുറക്കുകയോ. ആത്മാവിന്റെ ശക്തി ഇറങ്ങാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം പറഞ്ഞു, രോഗത്തെ നിനക്ക് കുടഞ്ഞു കളയാ, കടഭാരത്തെ നിനക്ക് കുടഞ്ഞു കളയാ, പ്രതികൂലത്തെ നിനക്ക് കുടഞ്ഞു കളയാ. ആത്മാവുള്ളവനെ ദൈവം നടത്താൻ തുടങ്ങും. ഓ എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവരെ കർത്താവിനെ സ്വതന്ത്രം ചെയ്യുക. ഇന്ന് പകലിൽ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, കരമുയർത്തി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ,
നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നത് നിനക്ക് സാധ്യമായി മാറും. നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നത് അത് സാധ്യമായി വരും. ഈ വഴി അടങ്ങെന്ന് പറയുന്നത് പുതുവഴികളെ ദൈവം നമ്മളെ തുറക്കും. പുതുവഴികളെ ദൈവം നമ്മളെ തുറക്കും. ഒരു നീരണം നിനക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഒരു നീരണം, യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം. അതുകൊണ്ട് യേശുവിനെ ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുത്ത് വന്ന് കുളിക്കട്ടെ, ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുത്ത് വന്ന് കുളിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ നീരണം ഒഴുകി തുടങ്ങും. ആത്മാവിന് കീഴ്പ്പെട്ട് അതുകൊണ്ട് കർത്താവ് പറയുക, ഉള്ളവൻ അധികമായി കൊടുക്കും, ഇല്ലാത്തവനുണ്ടെന്നുകൂടെ തോന്നുന്നത് ദൈവം എടുത്തു കളയും. ഹല്ലേലൂയ. എത്ര പേര് ഉടമ്പടിക്കാത്ത നിൽക്കുന്നു? ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു കൊടുക്കണം, കർത്താവ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അതുകൊണ്ടാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയോട് വിളിച്ച് യേശു പറഞ്ഞു, നീ എന്നെ പിന്തുടരുക. ആമേൻ. യേശുവിന്റെ ശബ്ദം കേട്ടവർ പടകിനെയും വലയും ഉപേക്ഷിച്ച പത്രോസും യോഹന്നാനും കൃത്യമായും എല്ലാം യേശുവിനെ പിന്തുടർന്നപ്പോൾ അവന്റെ ആത്മാവിനെ പകർന്നു. അവരോട് പറഞ്ഞ് ലോകത്തിനറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകം പകർന്നത് നിനക്ക് ആമേൻ അടങ്ങിയിരിക്കുവാനല്ല, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി ചെയ്യുവാനാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3:5 പറഞ്ഞത്, വിശ്വാസത്തിൽ നിങ്ങളുടെ മതത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ഈ ആത്മാവിന് നിങ്ങൾ കീഴടക്കണം. എത്ര വിശ്വാസം ഏറ്റെടുക്കും? ഈ പകല് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകല് ഞാൻ പറയുന്നു, ഇതൊരു ഉടമ്പടിയായി മാറും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ പകരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങണം. ഞാൻ ഇന്നും പറയുന്നു, സഭാഹൂളിൽ കാണിക്കുന്ന നാടകമായിരിക്കരുത് ജീവിതത്തെ. ഇളക്കി പരിപ്പോല്ല ആത്മാവ്. ആത്മാവിന്റെ കാല് കുത്തുമ്പോഴേ അത്ഭുതം നടക്കും. യേശുവിനെ പറഞ്ഞിട്ട് ഉള്ളംകാൽ ചവിട്ടുന്നവർ അനുഗ്രഹിക്കപ്പെടും. ആത്മാവിന് കീഴടങ്ങുന്നവരാകണം. ആത്മാവിന്റെ നിയോഗത്തിന്